അമേരിക്കയിൽ ഉന്നത പഠനം പൂർത്തിയാക്കി പ്രൊഫഷണൽ രംഗത്തേക്ക് പ്രവേശിക്കുന്ന ആയിരക്കണക്കിന് മലയാളി വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒരുപോലെ നിർണായകമായ US STEM OPT അഥവാ OPT വർക്ക് പെർമിറ്റ് നിയമങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നീ മേഖലകളിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യുന്നതിനായി അനുവദിക്കുന്ന സവിശേഷമായ വർക്ക് ഓതറൈസേഷൻ ആണ് STEM OPT എക്സ്റ്റൻഷൻ. സാധാരണ 12 മാസത്തെ പ്രാരംഭ OPT കാലാവധിക്ക് പുറമെ 24 മാസം കൂടി അധികമായി വർക്ക് പെർമിറ്റ് നേടാനും അങ്ങനെ ആകെ 36 മാസം അഥവാ 3 വർഷം അമേരിക്കയിൽ നിയമപരമായി ജോലി ചെയ്യാനും ഈ നിയമം വഴി സാധിക്കുന്നു. എന്നാൽ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസും സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാമും STEM OPT വിസ നിബന്ധനകളിൽ വരുത്തിയിട്ടുള്ള കർശനമായ നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിൽ വിസ പദവി നഷ്ടപ്പെടാനും ഭാവിയിലെ H-1B അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് അപേക്ഷകൾ എന്നേക്കുമായി നിരസിക്കപ്പെടാനും സാധ്യത ഏറെയാണ്. STEM OPT എക്സ്റ്റൻഷനായി അപേക്ഷിക്കുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എംപ്ലോയറുടെ അധികാരത്തെയും യോഗ്യതയുമാണ്. വിദ്യാർത്ഥിയെ ജോലിക്ക് നിയമിക്കുന്ന കമ്പനി അല്ലെങ്കിൽ സ്ഥാപനം അമേരിക്കൻ ഗവൺമെന്റിന്റെ E-Verify പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്ത ഒന്നായിരിക്കണമെന്നത് നിർബന്ധമാണ്. E-Verify നെറ്റ്വർക്കിൽ ഇല്ലാത്ത കമ്പനിയിൽ നിന്നുള്ള ജോബ് ഓഫറുകൾ വെച്ച് 24 മാസത്തെ STEM OPT അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല. ഇതിനു പുറമെ വിദ്യാർത്ഥിയും തൊഴിൽദാതാവുമായി സംയുക്തമായി പൂർത്തിയാക്കേണ്ട ഫ്രെയിംവർക്കാണ് ഫോം I-983. ഈ ഫോമിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പ്രാക്ടിക്കൽ ട്രെയിനിങ്, കൃത്യമായ മേൽനോട്ടം, പഠിച്ച വിഷയവുമായുള്ള ജോലിയുടെ അനുയോജ്യത എന്നിവ വിശദമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. കമ്പനി ഉടമയോ അല്ലെങ്കിൽ HR വിഭാഗമോ ഇതിൽ ഔദ്യോഗികമായി ഒപ്പുവെക്കേണ്ടതുണ്ട്. അമേരിക്കൻ ഇമിഗ്രേഷൻ ചട്ടങ്ങൾ അനുസരിച്ച് STEM OPT കാലയളവിൽ ഉദ്യോഗാർത്ഥികൾക്ക് അനുവദിച്ചിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് ഡേയ്സ് അഥവാ തൊഴിലില്ലാതെയിരിക്കാൻ സാധിക്കുന്ന പരമാവധി ദിവസങ്ങളിൽ കൃത്യമായ പരിധിയുണ്ട്. ആദ്യ 12 മാസത്തെ OPTയിൽ 90 ദിവസത്തെ തൊഴിലില്ലായ്മ അനുവദിക്കുമ്പോൾ 24 മാസത്തെ STEM OPT എക്സ്റ്റൻഷനിലേക്ക് കടക്കുമ്പോൾ അധികമായി 60 ദിവസങ്ങൾ കൂടി ലഭിക്കും. അതായത് 3 വർഷത്തെ ആകെ OPT കാലയളവിൽ പരമാവധി 150 ദിവസങ്ങളിൽ കൂടുതൽ തൊഴിലില്ലാതെ തുടരാൻ പാടില്ല. 150 ദിവസം എന്ന പരിധി ലംഘിച്ചാൽ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് സ്വയം റദ്ദാക്കപ്പെടുകയും തുടർന്ന് US-ൽ തുടരുന്നത് അനധികൃത താമസമായി കണക്കാക്കുകയും ചെയ്യും. അതിനാൽ ജോലി മാറുമ്പോഴോ അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ തേടുമ്പോഴോ ഈ ദിവസങ്ങളുടെ കണക്ക് കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം STEM OPT വിദ്യാർത്ഥികൾ നേരിടുന്ന റിപ്പോർട്ടിംഗ് നിബന്ധനകളാണ്. ഓരോ 6 മാസം കൂടുമ്പോഴും നിങ്ങളുടെ ഡെസിഗ്നേറ്റഡ് സ്കൂൾ ഒഫീഷ്യലിന് അല്ലെങ്കിൽ SCVP പോർട്ടൽ വഴി വാലിഡേഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേര്, വിലാസം, സൂപ്പർവൈസറുടെ വിവരങ്ങൾ, വസതിയുടെ വിലാസം എന്നിവയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും 10 ദിവസത്തിനകം SCVP സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. കൂടാതെ 12 മാസത്തിന് ശേഷവും 24 മാസത്തിന് ശേഷവും ഫോം I-983 വഴിയുള്ള സെൽഫ് ഇവാലുവേഷൻ റിപ്പോർട്ട് DSOയ്ക്ക് സമർപ്പിക്കേണ്ടത് നിയമപരമായ ബാധ്യതയാണ്. ഇതിൽ വീഴ്ച വരുത്തിയാൽ STEM OPT റെക്കോർഡ് റദ്ദാക്കപ്പെടാൻ സാധ്യതയുണ്ട്. തേർഡ് പാർട്ടി പ്ലേസ്മെന്റുകൾ, കൺസൾട്ടൻസികൾ, സെൽഫ് എംപ്ലോയ്മെന്റ് എന്നിവയുമായി ബന്ധപ്പെട്ട് USCIS വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. STEM OPT കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായ സ്റ്റാർട്ടപ്പ് തുടങ്ങിയോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയി പ്രവർത്തിക്കാൻ അനുമതിയില്ല. യഥാർത്ഥ തൊഴിലുടമ തൊഴിലാളി ബന്ധം നിലനിൽക്കുന്ന സ്ഥാപനത്തിൽ മാത്രമേ ജോലി ചെയ്യാൻ സാധിക്കൂ. തേർഡ് പാർട്ടി ക്ലയന്റ് സെന്ററുകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിൽ ട്രെയിനിങ് നൽകുന്നതും ശമ്പളം നൽകുന്നതും നേരിട്ടുള്ള എംപ്ലോയർ തന്നെയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൈവശം ഉണ്ടായിരിക്കണം. ഫ്രോഡ് അല്ലെങ്കിൽ വ്യാജ സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്യുന്ന ഷെൽ കമ്പനികളിൽ ജോലി നേടാൻ ശ്രമിക്കുന്നത് USCISന്റെ കരിമ്പട്ടികയിൽ ഉൾപ്പെടാൻ കാരണമാകും. ടെക്നോളജി മേഖലയിലെ മലയാളി പ്രൊഫഷണലുകൾ H-1B വിസ ലഭിക്കുന്നതിനുള്ള പ്രധാന പാലമാണ് 36 മാസത്തെ STEM OPT. ഈ 3 വർഷത്തെ കാലയളവിൽ കുറഞ്ഞത് 3 തവണ H-1B ലോട്ടറിയിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കുന്നു. ഒരു വർഷം H-1B ലോട്ടറി തെരഞ്ഞെടുക്കപ്പെടുകയും ക്യാപ് എക്സ്റ്റൻഷൻ ലഭ്യമാവുകയും ചെയ്താൽ OPT കാലാവധി അവസാനിച്ചാലും ഒക്ടോബർ 1-ന് H-1B വിസ പ്രാബല്യത്തിൽ വരുന്നത് വരെ അമേരിക്കയിൽ തുടരാനും ജോലി ചെയ്യാനും നിയമപരമായ പരിരക്ഷ ലഭിക്കും. എന്നാൽ ഈ പ്രക്രിയയിലുടനീളം നിങ്ങളുടെ I-20 വിവരങ്ങൾ അപ് ടു ഡേറ്റ് ആയി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഇമിഗ്രേഷൻ വാർത്തകൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.